അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഈശോയിൽ വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ പറ്റൂ. ഈശോയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഈശോയിൽ വളരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഈശോയിൽ വളരണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൂടിയേ തീരുള്ളൂ. ഇതാണ് ലോജിക്കൽ റീസൺ. ഈശോയെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു വസിച്ചത് പരിശുദ്ധാത്മാവാണ്. അവൻ നിന്നെ നിരന്തരം ഈശോയിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ വന്ന പരിശുദ്ധാത്മാവ് വസിച്ചത് കൊണ്ട് നിനക്ക് വേറൊരു പേരും കൂടെ വന്നു. എന്താണെന്നറിയാവോ? ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവാലയം. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വിളിപ്പേര് നിന്റെ ശരീരത്തിനും നിനക്കും ഉണ്ടായത്. അവിടെയാണ് നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ടെമ്പിൾ അങ്ങ് വൃത്തികേടാക്കും. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് മക്കളെ. ആ ആത്മാവ്, ദൈവാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ആ ദേവാലയത്തിലാണ് അശുദ്ധിയുടെ കാര്യങ്ങൾ കടന്നു വരിക. ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള തിരിച്ചറിവാണ്. ഇതുവരെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല. ഇത് നമുക്ക് ബോധ്യപ്പെട്ടു, എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് മാത്രമാണ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ, നീ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ നിന്നെ സഹായിക്കാൻ പറ്റുക ഹോളി സ്പിരിറ്റിന് മാത്രമാണ്. ഞാൻ പറയട്ടെ, ഈ കൂട്ടത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവില്ലെങ്കിൽ ക്രിസ്ത്യാനിയല്ല. മനസ്സിലായോ? ഈ കൂട്ടത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവില്ലെങ്കിൽ ക്രിസ്ത്യാനിയല്ല. There is no person in Christianity without Holy Spirit. ഒരിക്കലും പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരുവനും സാധിക്കത്തില്ല. ഞാൻ ഇപ്പൊ പറയുക, ഞാൻ ഈശോയെ അനുഗമിക്കുകയാണെന്ന് പറഞ്ഞാലും ഹോളി സ്പിരിറ്റ് ഇല്ല എങ്കിൽ എനിക്ക് പറ്റില്ലെന്നേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശുദ്ധ കുർബാനയൊന്ന് സന്തോഷത്തോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ കൂടാൻ പറ്റുന്നില്ല, വിശുദ്ധ കുമ്പസാരം കൂടാൻ മടിയാ, പ്രാർത്ഥിക്കാൻ മടിയാ. ബിക്കോസ് ഹോളി സ്പിരിറ്റിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവേ ആക്ടിവേറ്റ് ആകണമേ, പ്രവർത്തിക്കണമേ എന്ന് പറയുക. പ്രാർത്ഥിക്കുക. then you can follow Christ. Nobody will block you. എന്തൊക്കെ വന്നാലും നിനക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കാൻ പറ്റും. ശിഷ്യന്മാരിലേക്ക് നോക്കിയേ, ഒന്ന് വാക്ക് മര്യാദയ്ക്ക് മനുഷ്യരുടെ മുമ്പിൽ വെച്ച് പറയാൻ അറിയാതിരുന്ന ചിലരൊക്കെയാ അപ്പോസ്തലന്മാർ. പേടിച്ചരണ്ട് റൂമിനുള്ളിൽ ഒളിച്ചിരുന്നവരാ അവര്. എന്നാൽ when the Holy Spirit came to them, when the Holy Spirit അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കുണ്ടായ ഒരു എക്സ്ട്രീം ചേഞ്ച് നാം മനസ്സിലാക്കണം. പിന്നെ പൗലോസും പത്രോസും അല്ലെങ്കിൽ തോമസും യാക്കോവും ഒക്കെ അങ്ങനെ പോവാ. എന്നെ കുത്തിക്കൊന്നാലും കുഴപ്പമില്ല, ദൈവവചനം ഞാൻ പറയും. എന്നെ അടിച്ചാലും കുഴപ്പമില്ല, ദൈവവചനം ഞാൻ പറയും. അതുകൊണ്ട് ഈശോയെ അനുഗമിക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഇല്ലാതെ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പ്രഘോഷിക്കണമെങ്കിൽ, ഈ ശുശ്രൂഷ നടത്തണമെങ്കിൽ ദൈവാത്മാവ് എന്നിലില്ലെങ്കിൽ എനിക്ക് പറ്റില്ല.
പറ്റില്ല. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്.